ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഒരു കിഡിലാകുമ്പോഴത്തെ ഒരു സ്കോഡ് റാങ്ക്ഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും ഗൈസ് മാച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇല്ലെങ്കിൽ വീഡിയോ കണ്ട് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. സാധാരണ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതല്ലോ, ഇത് മറ്റേ ഗെയിമിനകത്ത് റെക്കോർഡല്ലേ നീ വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പാണ് കേട്ടോ. അതിൻ്റെ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. കാര്യം ഗൈസ് ഞാൻ കളിക്കുന്ന എല്ലാ മാച്ചും ഞാൻ റെക്കോർഡ് ചെയ്യാറുണ്ടായിരുന്നു. സോ അങ്ങനെ റെക്കോർഡ് ചെയ്ത് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി ഗൈസ്. സത്യം പറയാമല്ലോ, മാച്ചിനിടയ്ക്ക് എൻ്റെ റെക്കോർഡർ അങ്ങ് ഓട്ടോമാറ്റിക്കലി ഓഫായി പോയി കേട്ടോ. എന്തായാലും ഈ മാച്ചല്ലേ, കുഴപ്പമൊന്നുമില്ല, ഇതിനകത്തൊക്കെ എന്ത് കിടക്കാനാ എന്നൊക്കെ വിചാരിച്ച് ഞാൻ റെക്കോർഡർ ഇല്ലാതെ ഈ ഒരു മാച്ച് കളിക്കാൻ തുടങ്ങി കേട്ടോ. എന്തായാലും മാച്ചിൻ്റെ അവസാനം ഈ മാച്ച് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ഏതൊക്കെ കളി നിങ്ങളെ കാണിച്ചിട്ടും ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. അമ്മാതിരി ഒരു കിടുക്കം പോലത്തെ ഒരു മാച്ച് കേട്ടോ. എന്തായാലും നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കാരണം വേറെ ലെവലായിരിക്കും കേട്ടോ. എന്തായാലും ഈ ഒരു മാച്ചിനകത്ത് നമ്മുടെ AK വരയ്ക്കും അവിടെ നമ്മൾ നിൽക്കും. ആ ഒരു രീതിക്കാണ് നമ്മൾ കളിക്കുന്നത്. പിന്നെ മാത്രമല്ല സ്കൂൾ കളിക്കുന്ന സമയത്ത് നമുക്ക് ബോയ മാത്രം മതി എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ കളിക്കുന്ന ഒരു മാച്ച് ആയതുകൊണ്ടല്ലോ നമ്മുടെ ടീമിൻ്റെ ഒരു കോർഡിനേഷൻ നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മളൊരു സ്ഥലത്ത് മാർക്ക് ചെയ്യും, അവിടെ ഇറങ്ങും, ലൂട്ട് എടുക്കും. ലൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ നക്കി തുടയ്ക്കും. ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു മൊട്ടുസൂചി പോലും നമ്മൾ വിട്ട് കളയത്തില്ല. അങ്ങനെ നൈസ് ഉണ്ടല്ലോ, ഫുള്ള് ലൂട്ട് എടുത്തതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മാച്ചിനിടയ്ക്ക് ഞാൻ ചില സമയത്ത് നിൽക്കുകയും ഇരിക്കുകയും ഒക്കെ ചുമ്മാ അനങ്ങാതൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവനെന്ത് കിളി പോയോ എന്നൊന്നും വിചാരിച്ചേക്കത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിനിടയ്ക്ക് ഇമോട്ടൊക്കെ ഇടുന്നുണ്ട് കേസ്, നിങ്ങൾക്ക് കാണാൻ കേട്ടോ. സോ നമ്മുടെ റെക്കോർഡർ, അതായത് നമ്മുടെ ഗെയിമിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള റെക്കോർഡറല്ലേ, സോ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഇമോട്ടൊന്നും കാണിക്കത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാച്ച് പോയി പിന്നെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ പിന്നെ ഞാൻ ചുമ്മാ ഹിസ്റ്ററി എടുത്ത് നോക്കിയതാണ്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഗെയിമിലെ റെക്കോർഡർ ഓണാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഈ ഒരു മാച്ച് കിട്ടിയതാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അത് സെൻറ്റോസയിലായിരുന്നു. അവിടെ നല്ല കിടിലം പോലത്തെ ലൂട്ട് കാര്യങ്ങളൊക്കെ വാരി പറക്കി എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ വള്ളി പോലും അങ്ങോട്ട് പോയി പിടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇറങ്ങിയ അവിടെ തന്നെ 2 കില്ല് 3 കില്ലൊക്കെ എടുത്തിട്ട്, അതായത് നമ്മൾ ബ്ലൂ സോണിലായിരിക്കും ഇറങ്ങുന്നത്, അവിടുന്ന് അത്യാവശ്യം കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. നേരെ ഹിറ്റ് ലിസ്റ്റ് മേടിച്ചിട്ട് വണ്ടി എടുത്ത് എരുമീനെ തുരത്തിപ്പോയി അടിക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേസ് ഇന്ന് നമ്മൾ മൊത്തത്തിലങ്ങ് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഫുൾ ഒരു IGLൻ്റെ നേതൃത്വത്തിൽ കളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു മാച്ച് പോകും. സോ ആ ലെവൽ കളി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. AK പറഞ്ഞു ഇവിടെ നനങ്ങണ്ട, ലൂട്ട് മാത്രം എടുത്താൽ മതി. സോ അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നും പറഞ്ഞ് അവർ ഒറ്റ കോളിൻ്റെ പുറത്താണ് നമ്മളിവിടെ നിൽക്കുന്നത് കേട്ടോ. എന്തായാലും ഇപ്പോൾ കറൻറ്റ്ലി കേസ് ഈ ഒരു മാച്ച് കഴിഞ്ഞ സമയത്ത് ഇല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ നാളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് പറ്റിയ കിട്ടും പോലത്തെ ഒരു ഗണ്ണ് ഏതാണെന്ന് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. AK, പരാഫിൽ, സ്കാർ അങ്ങനത്തെ എല്ലാ ഗണ്ണും ഞാൻ മാറി യൂസ് ചെയ്ത് നോക്കി. അതുമാത്രമല്ല കേസ് AWM വരെ, അതായത് സ്നൈപ്പർ വരെ ഞാൻ യൂസ് ചെയ്ത് നോക്കി ഏതാണ് എനിക്ക് പറ്റിയ കിടിലം പോലത്തെ ഒരു ഗണ്ണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്കറിയാലോ, ഒരാൾ യൂസ് ചെയ്യുന്ന ഗണ്ണ് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, മറ്റേ യൂസ് ചെയ്യുന്ന ഗണ്ണ് നമുക്ക് ശരിയായെന്ന് വരത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആരുടെയും ഒപ്പീനിയൻ കേട്ട് നിങ്ങളൊരു ഗണ്ണ് ചൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. അത് ഞാൻ പണ്ട് തൊട്ടേ ചെയ്യുന്നൊരു കാര്യം. നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ബെറ്ററായിട്ട് തോന്നുന്ന ഏതാണോ ഗണ്ണ് ആ ഗണ്ണ് മാത്രം യൂസ് ചെയ്ത് കളിക്കണം എന്നൊരു കാര്യം ഞാൻ പഠിച്ചൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് കേസ് ഞാൻ ഇന്നത്തെ ഒരു മാച്ചിനകത്ത് ഇതിനകത്തുണ്ടല്ലോ VSS ആണ് കേസ് ഞാൻ എടുത്തിരിക്കുന്നത് മെയിൻ ആ ഒരു ലോങ് റേഞ്ച് ഗണ്ണായിട്ട്. അത് മാത്രമല്ല ഷോർട്ട് റേഞ്ചിൽ MB40 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. MB40 അതേപോലെ തന്നെ ആ ഒരു VSS ഫുൾ SMG ഗണ്ണിലാണ് നമ്മൾ ഈ ഒരു മാച്ച് കളിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു മാച്ച് കളിക്കുന്ന സമയത്ത് നിങ്ങൾ കിടിലം പോലത്തെ കിളി വാറും സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും അത്യാവശ്യം ലൂട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്ത് AK പറഞ്ഞു AK അടുത്ത് എനിമിയുണ്ടോ, നിങ്ങൾ പോകരുത്, കുറേ ദൂരത്തല്ലേ ഓടി വാടാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒന്നും നോക്കിയില്ല. വണ്ടിയൊക്കെ എടുത്ത് നേരെ ഉണ്ടല്ലോ AKൻ്റെ അടുത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് കിടിലം പോലത്തെ ഫൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു കാട്ടുവാടിയാണ് കണ്ടല്ലോ ഓടിപ്പോയി AKനെ അടിക്കുന്നില്ല, റിവൈവിങ്ങിലേക്കാണ് അവൻ്റെ നോട്ടം കേട്ടോ. വന്നവിടെ കേസ് വണ്ടി കൊണ്ട് അവനെ ഗ്ലൂ വാളിങ് പൊട്ടിക്കാൻ വേണ്ടി നോക്കി, നേരെ അവൻ റിവൈവിങ്ങിലേക്ക് ഓടുകയാണ് ചെയ്തത് കേട്ടോ. വന്നവരുടെ കിടിലം പോലത്തെ ഹെഡ്ഷോട്ട് അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ മൈ ഗോഡ്, ബാക്കി 3 ഏതോ ഒരു പടുവാഴ ഏതോ ഒരു കാട്ടുമുക്കിൽ ഇറങ്ങിയിട്ട് ഇവനെ മാത്രം രക്ഷിക്കടാ എന്ന് പറഞ്ഞ് സ്പെക്കിലിരുന്ന് കാറ് കൂവി ഇവനെ പറഞ്ഞു വിട്ടാണ് കേട്ടോ. എന്തായാലും അവൻ വന്ന് നൈസടിക്ക് റിവൈവ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ കയ്യിലാണ് വന്നിപ്പെട്ടത്. MB40 വെച്ച് നല്ല കിടിലം പോലത്തെ ഹെഡ്ഷോട്ട് അടിച്ച് അവനെയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് സിമോട്ടൊക്കെ ഇട്ട് വെറുപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സ്കൂളിലെ 4 പേര് നമ്മളെ സ്പെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല. അത് മാത്രമല്ല ഞാൻ ഇമോട്ട് പോലെ നിങ്ങൾക്ക് കാണുന്നില്ലടേ. ഇതാണ് കേസ് ഞാൻ പറഞ്ഞത്. അവസാനം പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഷോക്കാണ്. എൻ്റെ മെയിൻ റെക്കോർഡുള്ള നിങ്ങൾ കാണുന്നെങ്കിൽ വിഷയമായിരുന്നേനെ ഞാൻ കാറി കൂവിയാൻ ആ ഒരു സമയത്ത് കേട്ടോ. എന്തായാലും ആ ഒരു ഹെഡ്ഷോട്ട് കൂടി എനിക്ക് ഫസ്റ്റ് കില്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ AK പറഞ്ഞു മതി, ഇനി അത് കില്ലൊന്നും എടുക്കാൻ നിൽക്കണ്ട, കുറച്ച് പ്രശ്നമാണ്, എന്നാൽ 3 പേരും വാന്ന് പറഞ്ഞ് AKയുടെ പുറകെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സോ ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗേസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് മാത്രമല്ല താഴെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൻ്റെ ഇവിടുന്ന് ഇടത്തേക്കൊന്ന് ലെഫ്റ്റ് സൈഡിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഹൈപ്പിൻ്റെ ബട്ടൺ കൂടെ പിടിച്ച് വെക്കുവാണെങ്കിൽ വേറെ ലെവലായിരിക്കും കേസ്. കുറച്ച് പേര് നമ്മുടെ വീഡിയോ കാണട്ടെ, അതിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ. എന്തായാലും ജസ്റ്റ് ഫ്രീ ഫയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കുറേ പേരുണ്ടായിരിക്കും. സോ അവരിലേക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഗെയിം കളിക്കുന്നുണ്ടേ എന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി പറ്റുവാണെങ്കിൽ നമുക്കും വലിയൊരു സപ്പോർട്ടായിരിക്കും. സോ
സോ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ. നല്ല രസമായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്തായാലും അത്യാവശ്യം കേസ് ലൂട്ടുകാരൊക്കെ സെറ്റാക്കി വന്നവരിൽ ഒരു രണ്ടാമത്തെ കില്ല് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും 2 കില്ല് എടുത്ത് നമ്മൾ നേരെ ഉണ്ടല്ലോ പീക്കിൻ്റെ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കേസ് നമ്മൾ അധികം റഷ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ ഗെയിം പ്ലേ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് സോണിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ കളിക്കുന്നത് കേട്ടോ. സോണിന് മുമ്പിലേക്ക് ഓവറായിട്ട് കയറുന്നില്ല, ഓവറായിട്ട് നമ്മൾ സോണിനകത്തേക്കും പുറത്തേക്കും കയറുന്നില്ല കേട്ടോ. മൊത്തത്തിൽ സോണിൻ്റെ സൈഡ് പിടിച്ച് കളിക്കുവാണെങ്കിൽ നമ്മുടെ ബാക്കിൽ നിന്നുള്ള അടിയില്ല കേസ് അത് ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ മുമ്പിൽ വരുന്ന ഫൈറ്റ് മാത്രം എടുത്താൽ മതി. അത് മാത്രമല്ല കേസ് ചില ഫൈറ്റൊക്കെ നമുക്ക് വേണ്ടെങ്കിൽ അപ്പോൾ നിന്നെയൊന്നും നമ്മൾ തൊടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവിടുന്ന് എസ്കേപ്പ് ആകാനും പറ്റുന്നതായിരിക്കും കേട്ടോ. മുമ്പിൽ നോക്കുന്ന സമയത്ത് സരസ്വൻ്റെ മുമ്പിലാണെങ്കിലോ ഒരു എനിമിയാണ് കിടിലം പോലത്തെ ഫൈറ്റ് ആയിരുന്നു. എൻ്റെ അടുത്താണെങ്കിൽ ലോങ് റേഞ്ച് ഗണ്ണിലാണ് എനിക്ക് കുറച്ച് അധികം കഴിവുള്ളത് നിങ്ങൾക്ക് അറിയാലോ. സോ അതുകൊണ്ട് ഞാൻ ലോങ്ങിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷേ കേസ് അവൻ മൈൻഡ് പോലും ആക്കുന്നില്ലടി. അവൻ അകത്ത് കയറി നീ ഒന്ന് പോടാ പുറകെ ഒന്ന് ഇക്കിളി കൂട്ടാതൊക്കെ പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഷോർട്ട് റേഞ്ച് പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗൈസ് എന്നാലും നമ്മുടെ ടീംമേറ്റ്സ് ഒക്കെ ഗൈസ് തൊട്ടടുത്തുള്ളത് കൊണ്ട് അതൊരു ധൈര്യം തന്നെയാണ് കേട്ടോ. 4 പേര് ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ ടീംമേറ്റ്സ് ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. വന്നിറങ്ങിയ വളരെ ഗൈസ് അവന് കുറച്ച് ഡാമേജ് എല്ലാം കൊടുത്തപ്പോഴത്തേക്കും സരസോടെ ഏക്കെയാണോ സരസോടെ നോക്കാണ് ഗൈസ്. ആ നോക്ക് കിടക്കുന്ന സമയത്ത് ഞാൻ ഐറസിൻ്റെ പവർ ഓണാക്കിയിട്ട് അവനെയാണ് അടിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഗൈസ് നടന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ടീംമേറ്റ് ആ കില്ലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് കുഴപ്പമില്ല, നമ്മൾ ഈ മാച്ച് കളിക്കുന്നത് ഒരിക്കലും കില്ലിന് വേണ്ടിയല്ല, ബോയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. പക്ഷേ നിങ്ങളുണ്ടല്ലോ കിട്ടിലും പോലെ കിളി വരാൻ വേണ്ടി പോകുന്ന സംഭവം വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. കണ്ടില്ല ഗൈസ് 4 പേരും ഒരുമിച്ചൊക്കെ ഇരുന്ന് മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്യുന്നു. ഒരു ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് ഗൈസ് ഒരുമിച്ച് എല്ലാവരും കൂടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എൻ്റെ മോനെ പവർ അങ്ങ് ചാർജായി കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം ഗൈസ് ഈ മാച്ചിലേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഉള്ളൂ 22 പേര് സ്റ്റിൽ അലയവാണ്. അതിനകത്ത് 4 പേര് നമ്മൾ, പിന്നെ ഗൈസ് 2 കില്ല് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഗൈസ് നമ്മൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മാത്രമല്ല ഗൈസ് നമ്മളുണ്ടല്ലോ പീക്കിലെ സിമെൻറ്റ് വീട്ടിനകത്ത് അത്യാവശ്യം ഉണ്ടല്ലോ സെറ്റായിട്ട് 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ആക്കുന്നുണ്ട്. എല്ലാ വീട് നമ്മളിങ്ങനെ ഹോൾഡ് ആക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഓപ്പൺ ചെന്ന് പട്ടിയെ പോലെ അടിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒന്ന് വീട് ഹോൾഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിടിലം പോലത്തെ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. കാര്യം വരാനുള്ളവന്മാരൊക്കെ വാരി നമ്മുടെ മുമ്പിലേക്ക് കയറുന്ന സമയത്ത് 1 വേയിൽ അടിച്ചങ്ങ് ഉറക്കാൻ വേണ്ടി പറ്റും. കാര്യം നമ്മളെ കിടിലം പോലത്തെ പൊസിഷനിലല്ലേ ഇരിക്കുന്നത്, അതിന് വേണ്ടി കേട്ടോ. പിന്നെ എനിക്ക് സോൺ നോക്കിയപ്പോഴത്തേക്കും സോണിൻ്റെ ഏകദേശം സ്ഥലം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ സോൺ എത്തുന്ന സമയത്ത് തന്നെ ലാസ്റ്റ് സോൺ എവിടെയാണെന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അത്യാവശ്യം എവിടെയാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വേറൊന്നും നോക്കുന്നില്ല, നേരെ സോണിൻ്റെ ആ ഒരു സെൻട്രൽ സൈഡിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ കയറിയിരിക്കുവാണെങ്കിൽ വേറെ ലെവലായിട്ട് നമുക്ക് ഈ ഒരു മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു കോൾ കേട്ടു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാവരും കൂടെ കേസ് ഏക്കേൻ്റെ പുറകെ ഏതാണ്ട് സോണിൻ്റെ സ്കരയും പിടിച്ച് അങ്ങ് ഓടുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ പീക്കിൽ ഈ സ്കോഡ് പീക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ തല്ല് കിട്ടും സ്കൂൾ കേസ്. ഓക്കെ എൻ്റെ ദൈവമേ, എന്തായാലും ഈ സൈഡിൽ കൂടെ കയറിയിട്ടുണ്ടല്ലോ നേരെ ഏക്കേൻ്റെ പുറകെ നൈസായിട്ട് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ സരസും ഉണ്ട്, അതേപോലെ സ്കില്ലർ ശ്രീയും ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏക്കേനെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ അത് മാത്രമല്ല സരസു നമ്മുടെ പണ്ടത്തെ സബ്സ്ക്രൈബേഴ്സിലെ എല്ലാവർക്കും സരസുവിനെ നമ്മുടെ നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. പിന്നെ കൂടെയുള്ളത് കില്ലശ്രീയാണ് എൻ്റെ കൂടെ ഇപ്പോൾ കറൻ്റ് എന്നോട് വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗാണ്. സോ അവനുമുണ്ട് നമ്മളോട് ഈ ഒരു മാച്ചത്ത് കളിക്കാൻ വേണ്ടി കേട്ടോ. ഞാൻ എവിടെയൊക്കെ പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അവിടെയൊക്കെ കേസ് നമുക്ക് ഇതേപോലെ ഗെയിമൊക്കെ കളിക്കുന്ന കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല, എനിക്കത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. എന്തായാലും അവനോട് കളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ നേരെ ഓപ്പണിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് താഴെ എനിമി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയ സമയത്ത് ആരെയും കണ്ടില്ല. ഏക്ക് ഇത് ആരെ പേടിച്ച് ഈ ബതിലൂടെ ഒളിച്ചിരിക്കുന്നത് പറയാ എവിടെ എനിമി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോക്കട്ടെ. താഴെതാ എൻ്റെ പൊന്ന് കേസ് താഴെയാണെങ്കിൽ ഗ്ലൂ ഇട്ടിട്ട് അവൻ നല്ല കിടിലം പോലത്തെ പൊസിഷൻ എടുത്ത് റിപ്പോർട്ടായിരുന്നു. പക്ഷേ കേസ് അവൻ നമ്മളെ കണ്ടോന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ അവനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സോൺ വരുന്നുണ്ട്, അവൻ പുറത്ത് വരുന്നുണ്ട്. 1 സെക്കൻഡ് ഒന്നും നോക്കി, പക്ഷേ കാണാത്തതുകൊണ്ട് പിന്നെ അത് ടൈം കളയാൻ വേണ്ടി നിന്നില്ല കേട്ടോ. വെറുതെ എന്തിനാ അവനെ നോക്കി ടൈം കളയുന്നത്. നമുക്ക് നൈസായിട്ട് കേസ് നമുക്ക് പൊസിഷൻ പിടിച്ചിട്ട് നല്ലൊരു പൊസിഷൻ പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു മാച്ച് ബോയി അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ നേരെ മുമ്പിലത്തെ കേസ് ആ ഒരു പെട്രോൾ പമ്പില്ലേ കേസ് അവിടെ 2 ഡ്രോപ്പ് കൊണ്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അവിടെ ഒരു വീടും ഉണ്ട്, അതാണ് സെൻട്രൽ സോൺ എന്ന് എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് അവിടെ തന്നെ പോയിട്ടൊന്ന് ഹോൾഡ് ആക്കാം എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് കേസ് പോകുന്ന സമയത്ത് അവിടെ വേറെ ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. എനിമീനെ കണ്ടു, ഒന്ന് വെടിവെക്കാൻ നോക്കി, പക്ഷേ കേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം കേസ് നമ്മുടെ VSSന് അത്രയും സ്കോപ്പ് ചെയ്തിട്ട് അത്രയൊക്കെ കാണുന്നുള്ളടേ, അതുകൊണ്ട് കാണാത്തതുകൊണ്ട് അവനെ നൈസായിട്ട് കേസ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. തൊട്ട് പുറകെ കേസ് എനിമി വന്ന സമയത്ത് നമ്മുടെ ടീമേറ്റ് അവന്മാരെ അടിച്ചങ്ങ് കംപ്ലീറ്റ് ആക്കി ആ ഒരു കിലോ അവന്മാർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ മുമ്പിൽ നിന്ന് കളിക്കുന്ന സമയത്ത് ഒരു നല്ല കിടിലം പോലത്തെ ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേസ് ഞാൻ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് തൊട്ട് പുറകിൽ നിന്ന് വേറൊരുത്ത സപ്പോർട്ടൊക്കെ ചെയ്ത് എൻ്റെ മോനെ ഏതാ കിടിലം സപ്പോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെഡിക്കറ്റ് സൂപ്പർ മെഡിക്കറ്റാണ് യൂസ് ചെയ്ത് ചുമ്മാ മെറ്റേ മെഡിക്കറ്റ് ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയം കളയാനില്ല, അടിക്കണം. അവിടെ ഫൈറ്റ് തുടങ്ങാൻ വേണ്ടി പോയി. അവിടെ കയറി തൊട്ട് പുറകെ സരസും പോയിട്ടുണ്ടായിരുന്നു, ഞാനും പോയിട്ട് എൻ്റെ പുറകിലാണ് കില്ലശ്രീ ഉണ്ടായിരുന്നു കേട്ടോ. ഗോതിനാണ് കേസ് പറന്നിറങ്ങുന്നുണ്ടായിരുന്നു. ആ ഇറങ്ങുന്ന സമയത്ത് തന്നെ കേസ് നമ്മൾ കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കില്ല് അസിസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേസ് മുമ്പോട്ട് പോകുന്ന സമയത്ത് വണ്ടി വരുന്നൊരു സൗണ്ട് കിട്ടും. എവിടുന്നാ വണ്ടി വരുന്നത്? എൻ്റെ മോനെ ഒരു ജീപ്പൊക്കെ കേസ് സ്പീഡിൽ ഓടി കയറി വന്നവരെ കേസ് കുറേ ഡാമേജ് ഒക്കെ കൊടുത്തെങ്കിലും ആ കില്ലും കേസ് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. കില്ലൊക്കെ മിസ്സായി പോകുന്നതൊക്കെ സ്വാഭാവികമാണ് കേസ്.
കേസ് ഒന്നും പറഞ്ഞിട്ടില്ല, നക്കി എടുത്തോണ്ട് പോകുന്നല്ലേ, എടുത്തോണ്ട് പോട്ട്. അവനെ ലൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഓക്കെ ഇനി നിന്നിട്ട് കാര്യമില്ല, കുറച്ച് കില്ലൊക്കെ വാരി എടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അതുകൊണ്ട് തൊട്ട് ലോങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഒരു എനിമീനെ കണ്ടു, അവനെ അടിച്ച് നോക്കാക്കി. പിന്നെ ഒരുത്താണെങ്കിൽ പറന്ന് കയറി വന്നിട്ടുണ്ടായിരുന്നു. അവൻ എന്നെ കണ്ടില്ല, കൊച്ചു കള്ളൻ, ഞാനോട് വിളിച്ചപ്പോഴായിരുന്നടാ. എന്തായാലും അവനാ വന്നവരൊരു കില്ലെടുക്കാൻ വേണ്ടിയുള്ള ആവേശത്തിൽ ഓടിപ്പടച്ച് പോയതായിരുന്നു കേട്ടോ. എന്തായാലും അവനോടെ കിടക്കട്ടെ. അവൻ രണ്ട് ഇമോട്ടങ്ങ് ഇങ്ങോട്ട് വെറുപ്പിച്ചാലോ, വേണ്ട ഈ സമയത്തൊക്കെ ഇമോട്ട് ഇടാൻ പോയി കഴിഞ്ഞാലോ ടീമേറ്റിൻ്റെ തന്തയ്ക്ക് വിളിക്കും. സോ അതുകൊണ്ട് അത് ചെയ്യാതെ കേസ് അവനെയും കംപ്ലീറ്റ് ആക്കി നമ്മുടെ മൂന്നാമത്തെ കില്ല് സെറ്റാക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിനകത്തേക്ക് കയറാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ വീട്ടിനകത്തെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് നല്ല ഏത് വീടായാലും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് വന്ന് അടിക്കാൻ ഒരുത്തരും കേസ് നമുക്ക് വേറെ പ്രശ്നം ഉണ്ടാകത്തില്ല കേട്ടോ. അതുമാത്രമല്ല പ്രോപ്പർ കവർ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ വീട്ടിനകത്ത് ആവശ്യത്തിൽ കൂടുതലും കുറേ ഓട്ടകളുണ്ട്, അതായത് വാതിലുണ്ട്, ജനലുണ്ട്, ഇതിലേക്കൂടെ വേണമെങ്കിലും എനിമീസിന് കയറി വരാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പക്ഷേ കേസ് നമ്മളിവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ഈ ഒരു സോണിൽ ലാസ്റ്റ് സോണിന് അടുത്ത് നിൽക്കുന്ന സമയത്ത് 4 പേരും കേസ് നമ്മുടെ സ്കൂളിലെ 4 പേരും സ്റ്റിൽ അലൈവ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഹോൾഡ് ആക്കാം. എവിടെ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല നോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാലും, അതായത് നമ്മുടെ ടീമിൽ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഉണ്ടല്ലോ, നോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാകും, പെട്ടെന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആകെ ഗ്രാനൈഡും പിന്നെ പുതിയ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് കേസ്. സത്യം പറയാലോ ആ ജുജുക്സു കൈസിൻ്റെ കുറേ സാധനങ്ങൾ വന്നിട്ടില്ലേ, അത് കുറച്ച് ശോകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടോ കേസ്? സീരിയസ്ലി OG പ്ലേയേഴ്സിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആണ്. കാര്യം ഗെയിമിൽ ഇത് ഫെയർ വരാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ബൈ ദ വേ ഗൈസ്, വന്ന വരവിന് നമ്മുടെ ടീമേറ്റിൽ ഒരുത്തനെ അവന്മാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ഡാമേജ് വരുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാണ് സ്കൈലർ വരുന്നത്, എവിടെ നിന്നൊക്കെയാണ് മറ്റേ ചോമ്പ് മറ്റേ ലോഞ്ചർ വരുന്ന ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ള വാതിലും ചിലതും പെട്ടെന്ന് കൈസ് അവന്മാർക്ക് വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉള്ള വാതിലും ചിലതൊക്കെ ഉണ്ടല്ലോ നൈസായിട്ട് ഗ്ലൂ ആളൊക്കെ ആയിട്ട് ഇന്ന് പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ ഇതിലേക്കൂടെ വരും നമുക്ക് ഓൾറെഡി മനസ്സിലാകുന്നതായിരിക്കും കേട്ടോ. പിന്നെ കേസ് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ മാത്രമല്ല എനിമീസ് ആയിട്ടുള്ള വേറെ സ്കോഡും ഉണ്ടല്ലോ. സോ അതുകൊണ്ട് നമ്മളെ അടിക്കാൻ വരുന്നവനെ വേറെ ആൾക്കാരെ അടിച്ച് കംപ്ലീറ്റ് ആക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കേസ് നമ്മൾ വീട്ടിൽ തന്നെ ഹോൾഡാക്കി നിൽക്കുവാണ് കേട്ടോ. ഇപ്പോൾ നോക്കുവാണെങ്കിൽ കേസ് 11 പേര് സ്റ്റിൽ അലയവാണ്. 4 കിലോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മൊത്തത്തിൽ കേസ് ഗ്ലൂ ആളിട്ടിട്ട് ഈ വീടങ്ങ് പൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം കേസ് നൈസായിട്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് പൂട്ടിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതായത് കേസ് ഇതിലേക്കൂടെയൊക്കെ ആരൊക്കെ എവിടെയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും വരുന്ന സമയത്ത് തന്നെ കേസ് ഒന്നും നോക്കുന്നില്ല, വരുന്നവരെ അടിച്ചുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കിടിലം പോലത്തെ ഫൈറ്റ് ചെയ്തിട്ട് എൻ്റെ മോനെ വിഷയം പോലത്തെ ഒരു നോക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേസ് ബോർഡിന് കുറച്ച് ഡാമേജും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് കേസ് മെഡിക്കറ്റ് യൂസ് ചെയ്യണം. മെഡിക്കറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ തീർന്നു കേട്ടോ. ആ സമയത്ത് സരസ് വീണത്, സരസിൻ്റെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിമി അടിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുമ്പിലേക്ക് ഒരു ഗ്ലൂ ആളിട്ടിട്ട് അവനാണ് തീയും പുകയൊക്കെ പറത്തിക്കൊണ്ട് വരുന്നു. പെട്ടെന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്ത് സരസ്, ഇല്ലെങ്കിൽ അവിടെ വീഴും. എൻ്റെ മോനെ ആ ഫ്ലെയിമിനെ ചോട്ടി നിന്നുകൊണ്ട് കേസ് നമ്മളുണ്ടല്ലോ മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്ത് തൊട്ട് മുമ്പിൽ നോക്കുമ്പോഴത്തേക്കും ഒരുത്തനെ പൊട്ടായിരുന്നു. അവനെ അങ്ങ് വൈപ്പാക്കിയപ്പോഴത്തേക്കും AK നോക്കാണ്, അവനെ റിവൈവ് ചെയ്യണം കാര്യമുണ്ടല്ലോ. അവനെ അടിച്ച് നോക്കാക്കിയവൻ്റെ ലാസ്റ്റ് ആണ്. അവൻ AK വീഴുന്നതിന് മുമ്പ് ഒരുത്തനെയും കൂടെ കേസ് എടുത്തിട്ടാണ് വീണത്. അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. കിടിലം പോലെ കേസ് 5 കില്ല് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി 7 പേരും കൂടെ സ്റ്റിൽ അലൈവാണ് കേട്ടോ. ലാസ്റ്റ് വൺ പിന്നെയും കേസ് നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ആയിരുന്നു. നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ ആ ഒരു സോൺ അഡ്വാൻറ്റേജ് ഒക്കെ നോക്കിയിട്ട് സോൺ നോക്കി കളിച്ചതുകൊണ്ട് നമുക്ക് കിടിലം പോലെ കേസ് പൊസിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊട്ട് മുമ്പിൽ നോക്കുമ്പോഴത്തേക്കും കേസ് നമ്മുടെ ടീമേറ്റ് അവിടെ നോക്കായിട്ടുണ്ടായിരുന്നു. റിവൈവ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും വേറെ 2-3 ആൾക്കാർ കയറി വരുന്ന നല്ല സൗണ്ട് കിട്ടും. ഞാൻ നൈസർ കേസ് ബാക്കിലേക്ക് പോയിട്ട് ഒരുത്തനെ അവിടെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ ഓരോരുത്തരെ നോക്കാക്കി 2 എണ്ണം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ. അവർ 2 പേരെ കേസ് അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ നോക്കുമ്പോഴത്തേക്കും വേറെ 2 പേര് ഓടി മുമ്പോട്ട് കയറി വന്നു. ഞാൻ നൈസർ ഓപ്പോസിറ്റ് ഓടിയിട്ടുണ്ടല്ലോ, കിടിലം പോലെ അടിച്ചിട്ട് ആ ഒരു ലാസ്റ്റ് എനിമി കേസ് അവനെ കംപ്ലീറ്റ് ആക്കി കിടിലം പോലത്തെ പോയി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കേസ് കിടിലം പോലത്തെ ഒരു മാച്ച് ആയിരുന്നു. പിന്നെ ഗൈസ് എനിമീസൊക്കെ അടിപൊളിയായിട്ട് കിടിലം പോലെ ടഫ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതിനകത്ത് ഓപ്പോസിറ്റ് ആണെങ്കിൽ എനിമീസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. കാര്യം കിടിലം പോലത്തെ ഗെയിം പ്ലേ ആയിരുന്നു നിങ്ങളും തന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു.